Next problem, find the inverse Laplace transformation of the following function. Okay. ഇപ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്നത് 3s + 7 ഡിവൈഡഡ് ബൈ s² - 2s - 3 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ചെയ്യുമ്പോഴാണ് ഇവിടെയാണ് നമ്മുടെ ഈ നേരത്തെ മുകളിൽ പറഞ്ഞിരുന്നല്ലോ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോംസ് ഒക്കെ പറഞ്ഞത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കാം. ഈ ഡിനോമിനേറ്റർ എടുത്തിട്ട് അതിനെ ലീനിയർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഡയറക്റ്റ്ലി ലീനിയർ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാത്തവർ b² - 4ac വെച്ചിട്ട് -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് രണ്ട് റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് s-1 ഒരു റൂട്ട് ഇൻറ്റു s- അടുത്ത റൂട്ട് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് b² - 4ac ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ടും റിയൽ റൂട്ടാണ്. അങ്ങനെ റിയൽ റൂട്ട് ആവുന്ന കേസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിനിയർ ഫാക്ടറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാണ്, s² ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് നോക്കിയിട്ട് പറയുന്ന കാര്യമാണ്. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -3യും ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഏതായിരിക്കണം, -2 കിട്ടണം. അപ്പോൾ അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സ് എന്ന് പറയുന്നത് -3 എന്ന് പറയുന്നതും അതേമാതിരി തന്നെ -1 എന്ന് പറയുന്നതാണ്. സോ s² - 2s - 3നെ s - 3 ഇൻറ്റു s+1 എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ലിനിയർ ഫാക്ടർ ആണ് അല്ലേ. s - 3 എന്ന് പറയുന്നതും ഇൻറ്റു s+1 എന്ന് പറയുന്നത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ഫോമിലാണ് എടുക്കേണ്ടത്, a/s - a എന്ന് പറയുന്ന ഫോമിലാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു ടേം വരും, a/s - a എന്ന് പറയുന്ന ഫോമിൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് b/s - a എന്ന് പറയുന്ന ഫോമുല കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഏതാണ്, s - a. ഇവിടെ എന്താണ്, s-3 അല്ലേ. അപ്പോൾ a/s - 3 പ്ലസ് b/ ദിസ് ടേം എന്ന് എഴുതി. എന്ത് വരും, s+1 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് ടേമിനെ അതായത് ഇതിനെ ഒന്ന് ഇതേ ഈക്വൽ ടു ഇത് എഴുതി. ഇനി ഇതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരും a ഇൻറ്റു s+1 പ്ലസ് b ഇൻറ്റു s - 3 ഡിവൈഡഡ് ബൈ s+1 ഇൻറ്റു s - 3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പറയുമ്പോൾ ഇവിടെയുള്ള ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള ഡിനോമിനേറ്ററും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നേരെ തിരിഞ്ഞു പോയി അല്ലേ. LHSലുള്ള ഡിനോമിനേറ്ററും RHSലുള്ള ഡിനോമിനേറ്ററും സെയിം ആണ്. ഇപ്പം നമ്മളിനി എന്ത് ചെയ്യാണ്, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇപ്പം ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 3s + 7 ഇസ് ഈക്വൽ ടു a ഇൻറ്റു s+1 പ്ലസ് b ഇൻറ്റു s - 3 എന്ന് വരും. ഇനി നമുക്കിതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഇനി a കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനിൽ s ഇസ് ഈക്വൽ ടു ഞാൻ -1 കൊടുക്കാം. അപ്പോൾ s ഇസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി LHSൽ എന്ത് വരും, 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -3 അല്ലേ. ഇപ്പം -3 + 7 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, b ഇൻറ്റു s എന്താ നമ്മൾ കൊടുക്കണേ, -1 -3 എന്ന് പറയുമ്പോൾ -4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, 4 ഇസ് ഈക്വൽ ടു -4b എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് b ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, -1 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, b ഇസ് ഈക്വൽ ടു -1. ഇനി നമ്മൾ കൊടുക്കുകയാണ് s ഇസ് ഈക്വൽ ടു 3 കൊടുക്കാം. s ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം പോവില്ലേ, 3 - 3 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, 3 ഇൻറ്റു s അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 + 7 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, a ഇൻറ്റു 3 + 1 എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, 16 ഇസ് ഈക്വൽ ടു 4a എന്ന് കിട്ടും. പിന്നെ a ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് a ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 4. 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എന്തായിട്ട് 4 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എന്താക്കി മാറ്റി, എന്ത് കിട്ടി, a ഇസ് ഈക്വൽ ടു 4 എന്നും b ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിവിടെ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എവിടെ കൊടുത്തിട്ട് ഇതിൽ. അപ്പോൾ അതെന്തായിട്ട് മാറും,
3s plus 7 divided by s square minus 2s minus 3 which is equal to 4 divided by s minus 3 minus 1 by s plus 1 എന്ന് കണ്ടു. ഇനി നമ്മൾ എൽ ഇൻവേഴ്സ് കാണാം അല്ലേ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതിയാൽ മതി, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു റൂളും ഇല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള റൂൾസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ വേണം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാണുള്ളത് അല്ലേ, എന്താ ഇപ്പോൾ ഉള്ളത്, നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 മൈനസ് 1 ബൈ എസ് പ്ലസ് 1. ഇനി നമ്മൾ ലിനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ്, അതായത് 4 കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുത്ത്, ഇപ്പോൾ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1 ബൈ എസ് മൈനസ് 3 മൈനസ് എൽ ഇൻവേഴ്സ് 1 ബൈ എസ് പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയണതാണ്, നമുക്ക് ഇതിന് മുന്നേ പഠിച്ച റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എൽ ഇൻവേഴ്സ് 1 ബൈ എസ് മൈനസ് 3 എന്ന് പറയുന്ന ഫോമുല അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു കേസിൽ ഡയറക്റ്റ്ലി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ട. ഇനി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും തെറ്റ് വരില്ല. അപ്പോൾ അതായത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരിക, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് നമുക്ക് 1 ബൈ എസ് മൈനസ് 3 എന്നാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് എന്ന് പറയുക ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ പവർ 80 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്താണ് 3t, അയ്യോ ഒരു മിനിറ്റ്, നമുക്ക് ആ റിസൾട്ട് ഒന്ന് ഞാൻ ആ റിസൾട്ട് വെച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ is equal to ഇ പവർ 80 ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ വരിക, എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇ പവർ 3t ഇൻറ്റു നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് എന്ന് വരും. എൽ ഇൻവേഴ്സ് 1 ബൈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 1 തന്നെ അല്ലേ. അപ്പോൾ ഇ പവർ 3t എന്ന് വരും. അപ്പോൾ അതിവിടെ എന്ത് വരുന്നു, ഇ പവർ 3t വന്നു. ഇനി ഇവിടെ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇ പവർ മൈനസ് ടി എന്ന് വരണം അല്ലേ. കാരണം എന്താ, എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമാണ്. അപ്പോൾ എസ് മൈനസ് ആ ഒരു ഫോമിൽ ഇവിടെ എഴുതുമ്പോൾ എസ് മൈനസ് -1 എന്ന് എഴുതുമ്പോൾ ഇവിടുത്തെ എ എന്ത് വരും, -1 വരും. സോ നമുക്ക് എന്താ വരിക, ഇ പവർ മൈനസ് ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ്. എൽ ഇൻവേഴ്സ് 1 ബൈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ നമുക്ക് അതെന്ത് കിട്ടി, ഫോർ ഇ പവർ 3t മൈനസ് ഇ പവർ -t എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആൻസർ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. കേസിൽ നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് പറയാം ഏത് റൂൾ ഉപയോഗിച്ചിട്ട്. നമ്മളിപ്പോൾ അവിടെ പറഞ്ഞ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടും എൽ ഇൻവേഴ്സ് 1 ബൈ എസ് is equal to 1 എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചിട്ടും അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ പറയാം. നോക്കിക്കേ, എൽ ഇൻവേഴ്സോ 1 ബൈ എസ് മൈനസ് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇ പവർ 80 ആണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ എന്ത് വരും, എൽ ഇൻവേഴ്സ് 1 ബൈ എസ് മൈനസ് 3 എന്നുള്ളതിന് ഈസ് ഈക്വൽ ടു ഇ പവർ 3t എന്ന് ഡയറക്റ്റ്ലി എഴുതിക്കോണേ, അത്ര. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് ഏത് മെത്തേഡ് ഏത് അപ്ലൈ ചെയ്താലാണോ ആൻസർ കിട്ടുക ആ ഒരു രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് പോവാം. ഓക്കെ.